എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീഷാണ്. ഇന്ന് നമ്മൾ സാൽമൺ ഫിഷ് കൊണ്ട് ഒരു ഗ്രില്ലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സോസ് കൂടി നമുക്ക് തയ്യാറാക്കാം, സഫ്രോൺ സോസ്. നല്ലൊരു ഹെൽത്തി ഡിഷാണ്. എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. 150 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു സാൽമൺ ഫിഷാണ് നമ്മൾ എടുത്തെടുക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തെടുക്കണം. പിന്നെ ഡിജോൺ മസ്റ്റാർഡ് പേസ്റ്റാണ് നമുക്ക് മാർക്കറ്റിലൊക്കെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. 1/2 ടീസ്പൂണാണ് നമ്മൾ അതും എടുത്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ സ്പൈസിക്ക് വേണ്ടിയിട്ട് ചില്ലി ഫ്ലാക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചില്ലി ഫ്ലാക്സിന് പകരമായിട്ട് നമുക്ക് ഗ്രീൻ ചില്ലി വേണമെങ്കിലും ചോപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചില്ലി ഫ്ലെക്സും കുരുമുളകും ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ സാൾട്ടും കൂടി നമ്മൾക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് പാർസലി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇംഗ്ലീഷ് പാർസലിയാണ് ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്കൊരു അല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ലെമൺ ജ്യൂസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് ലെമണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ജ്യൂസ് കൂടി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ഒലിവ് ഓയിലിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1.5 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ഈ മസാല. അതിനുശേഷം നമ്മുടെ സാൽമൺ ഫിഷിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഈ മസാല ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫിഷിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഈ മസാല അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു നൈറ്റ് ഫുള്ള് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് നമ്മുടെ മസാല ഫിഷിലോട്ട് പിടിക്കും കേട്ടോ. സഫ്രോൺ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗാർലിക്, ബട്ടർ, സഫ്രോൺ, സാൾട്ട്, സ്ലൈസ് ചീസ്, ക്രീം, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സഫ്രോൺ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഗാർലിക്ക് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് അതിലോട്ട് സ്ലൈസ് ചീസ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സ്ലൈസ് ചീസ് ഒന്ന് മെൽറ്റായി വരുമ്പോഴാണ് നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് സോസ് എത്രത്തോളം വേണ്ടത് അതിനനുസരിച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. നമുക്കല്പം സഫ്രോൺ കൂടി നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്പം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുള്ളതാണ് സഫ്രോൺ. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സഫ്രോൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി യെല്ലോ കളർ കിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം യെല്ലോ കളർ ഇട്ട് കൊടുക്കുക. ടർമറിക് ഇട്ട് കൊടുക്കരുത്, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ആവശ്യത്തിന് സാൾട്ട് കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരുപാട് തിക്കാവരുത് സോസ്. അപ്പോൾ നമ്മൾ സാൽമൺ ഫിഷ് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൂടുതൽ നേരം വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് നേരെ ഗ്രില്ല് ചെയ്തെടുക്കുക. ഒരു പാൻ വെച്ചതിന് ശേഷം അല്പം ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഫിഷ് നമ്മൾ എല്ലാ സൈഡും ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു അല്പം ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ ഗ്രില്ലായിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് പ്ലേറ്റിൽ സെറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സാൽമൺ ഫിഷിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ബോയിൽഡ് വെജിറ്റബിൾ ആണ് കേട്ടോ. അല്പം ക്യാരറ്റ്, ബ്രോക്കോളി, കോളിഫ്ലവർ, നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതെല്ലാം അല്പം ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
നമുക്കിതിൻ്റെ കൂടെ റൈസ് വേണമെങ്കിലും അല്ലെങ്കിൽ മാഷ് പൊട്ടറ്റോ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗാർണിഷായിട്ട് ഒരല്പം പാർസലിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യുക. സൈഡിലായിട്ട് നമുക്ക് ലെമൺ വെഡ്ജോ ലെമൺ സ്ലൈസോ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്.